ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് ഓരോ മലയാളികളുടെയും ഹീറോ. ഇന്ന് വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന യുവ IAS-കാരൻ, തിരുവനന്തപുരം സ്വദേശിയായി റിട്ടയർഡ് അധ്യാപകനും കരിയർ ഗൈഡൻസ് വിദഗ്ധനുമായ വെങ്കിട്ടരാമൻ്റെയും SBD ഉദ്യോഗസ്ഥയായ രാജമൂർത്തിയുടെയും മകനായി ജനനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS ബിരുദധാരി. ഈ യുവാവിന് ആഗ്രഹം പാവപ്പെട്ട രോഗികൾക്ക് സഹായം എത്തിക്കുക എന്നതാണ്. തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നത് വ്യക്തിജീവിതത്തിൽ കൊണ്ടുവരാൻ തൻ്റെ ജീവിതാഗ്രഹമായി മാറ്റാൻ ശ്രമിച്ച ഒരു യുവാവ്. അതിനാണ് അദ്ദേഹം PG എടുക്കാൻ ഒഡീഷയിലേക്ക് പോയതും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ സിവിൽ സർവീസിൽ 2ാം റാങ്കുമായി അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുകയാണ്. 2013 സിവിൽ സർവീസ് ബാച്ചിൽ പത്തനംതിട്ടയിൽ സബ് കളക്ടറായി കരിയർ തുടങ്ങുന്നു. അന്നത്തെ തുടക്കം മുതൽ തന്നെ അതിപ്രധാനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ തുടക്കം കുറിക്കുകയുണ്ടായി. ശബരിമലയിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ആയിരുന്നു ആദ്യത്തെ പദ്ധതി. ഇവിടെ നിന്നങ്ങോട്ട് മുമ്പ് ഡൽഹിയിൽ പൊതുവിതരണ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്നതാ ചാനലുകളിൽ ശ്രീറാം വെങ്കിട്ടരാമനാണ് വിഷയം. നമ്മടക്കമുള്ള ഓരോ മലയാളികളുടെയും ഹീറോ. നമ്മടക്കമുള്ള ഓരോ മലയാളികളെയും ഇനി വരുന്ന IAS-ലേക്ക് സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പല യുവാക്കളിൽ ഒരാൾ. ഈ സിവിൽ സർവീസുകാരനെ പാവപ്പെട്ടവർക്ക് ഹീറോയാണെങ്കിൽ മാഫിയകൾക്കും രാഷ്ട്രീയ ആഡംബികൾക്കും പേടി സ്വപ്നം. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൻ്റെ നടപടികൾ പുരോഗമിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ അദ്ദേഹം കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ കണ്ടാൽ ഏതൊരു ജോസഫ് അലക്സ്, ദിക്കിങ്ങലെ മമ്മൂക്കയുടെ കഥാപാത്രമായ ജോസഫ് അലക്സിനെ അനുസ്മരിപ്പിക്കും വിധം ആ പോലീസുകാരനോട് കയർക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കാണുമ്പോൾ ഓരോ യുവാവിനും IAS-കാരനായി വരണമെന്ന്, തനിക്കൊരു IAS-കാരനാവണമെന്നുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാകാൻ ബോധത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത, സിവിൽ സർവീസുകാരൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണുമ്പോൾ ആർക്കും തോന്നിപ്പോവും. ഒന്നേ പറയാനുള്ളൂ, ഈ ശ്രീറാം വെങ്കിട്ടരാമന് കേരള ജനതയുടെ മുഴുവൻ സപ്പോർട്ടുമുണ്ട്. ഒരു രാഷ്ട്രീയ മാടമ്പികൾക്കും അങ്ങയെ ചോദ്യം ചെയ്യാനോ അങ്ങയുടെ ജോലി നിർവഹണത്തിൽ അങ്ങയെ തടസ്സപ്പെടുത്താനോ സാധ്യമല്ല. ഓരോ മലയാളിയുടെയും മനസ്സ് അങ്ങോടൊപ്പമാണ്. അങ്ങ് ചെയ്യുന്നതാണ് ശരി. അങ്ങ് സത്യത്തിൻ്റെ കൂടെയാണ്, ധർമ്മത്തിൻ്റെ കൂടെയാണ്. ആ ധർമ്മം വിജയിക്കട്ടെ. ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് ഓരോ മലയാളികളുടെയും ഹീറോ. ഇന്ന് വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന യുവ IAS-കാരൻ, തിരുവനന്തപുരം സ്വദേശിയായി റിട്ടയർഡ് അധ്യാപകനും കരിയർ ഗൈഡൻസ് വിദഗ്ധനുമായ വെങ്കിട്ടരാമൻ്റെയും SBD ഉദ്യോഗസ്ഥയായ രാജമൂർത്തിയുടെയും മകനായി ജനനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS ബിരുദധാരി. ഈ യുവാവിന് ആഗ്രഹം പാവപ്പെട്ട രോഗികൾക്ക് സഹായം എത്തിക്കുക എന്നതാണ്. തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നത് വ്യക്തിജീവിതത്തിൽ കൊണ്ടുവരാൻ തൻ്റെ ജീവിതാഗ്രഹമായി മാറ്റാൻ ശ്രമിച്ച ഒരു യുവാവ്. അതിനാണ് അദ്ദേഹം PG എടുക്കാൻ ഒഡീഷയിലേക്ക് പോയതും. പക്ഷേ വിധി മറ്റൊന്നായി.